ജില്ലാ കൺവെൻഷനിൽ പങ്കെടുക്കും 20-ാം തീയതി. അതിനുശേഷം 7 നിയോജക മണ്ഡലങ്ങളിലും അദ്ദേഹം പരിപാടികളിൽ പങ്കെടുത്ത് കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായ എന്റെ വിജയത്തിനുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് അദ്ദേഹം പരസ്യമായി വാർത്താ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുകയും ചെയ്തു. അതുകൊണ്ട് ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ചെറിയ കൺഫ്യൂഷൻ അത് പൂർണ്ണമായും മാറിയിരിക്കുന്നു. ഒറ്റക്കെട്ടായി ഐക്യത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ UDFന്റെ വിജയത്തിനായി നമുക്ക് പരിശ്രമിക്കാം. ഞാൻ ദീർഘമായ ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല, അതല്ല എന്റെ ചുമതല. എനിക്ക് ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. ഇവിടെ ശ്രീ ജോസി സെബാസ്റ്റ്യൻ സൂചിപ്പിച്ചതുപോലെ 28 വർഷങ്ങൾക്ക് മുമ്പ് വളരെ ആകസ്മികമായിട്ടാണ് ഞാൻ ഈ രംഗത്തേക്ക് കടന്നു വന്നത്. ഒരിക്കൽ പോലും പൊതുരംഗത്തോ രാഷ്ട്രീയ രംഗത്തോ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന വ്യക്തിയല്ല ഞാൻ. പ്രിയപ്പെട്ട ബാബുവിന്റെ വേർപാടിന് ശേഷം ആദരണീയനായ മാണി സാറ് എന്നെ വിളിച്ച് ചോദിച്ചു, ടോമി എന്തുകൊണ്ട് പൊതുരംഗത്തേക്ക് വരുന്നില്ല എന്ന്. ഞാൻ പറഞ്ഞു, മാണി സാറ് പറഞ്ഞാൽ ഞാൻ വരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം പാർട്ടി നേതൃത്വവുമായി ആലോചിച്ച് അദ്ദേഹം എന്നോട് വരാൻ പറഞ്ഞു. 91-ൽ 876 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. ശ്രീ വൈക്കം വിശ്വനായിരുന്നു അന്ന് എന്റെ എതിരാളി. രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ 13,176 വോട്ടിന് ഞാൻ വിജയിച്ചു. അന്നും ബഹുമാനായ ശ്രീ വൈക്കം വിശ്വനായിരുന്നു എതിരാളി. മൂന്നാമത്തെ തെരഞ്ഞെടുപ്പിൽ 20,144 വോട്ടിന് ഞാൻ വിജയിച്ചു. പ്രിയമുള്ളവരെ, നാലാമത്തെ തെരഞ്ഞെടുപ്പിൽ മറ്റു ചില കാരണങ്ങൾ കൊണ്ട് ഭൂരിപക്ഷം കുറച്ച് കുറഞ്ഞുപോയി എന്നത് ഒരു വസ്തുതയാണ്. 5-ഉം 6-ഉം തെരഞ്ഞെടുപ്പുകളിലെ നിയോജക മണ്ഡലത്തിന്റെ ഘടന പൂർണ്ണമായും മാറി. നിയോജക മണ്ഡലത്തിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വ്യത്യസ്തമായി ആ ഘടനയിലൂടെ മാറുകയുണ്ടായി. അതുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ടില്ല എന്ന വസ്തുതയും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം മാത്രം ഞാൻ എല്ലാവരുടെയും മുമ്പിൽ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. 28 വർഷക്കാലം സ്വതന്ത്രമായി നിർഭയമായി എല്ലാവരോടും സത്യസന്ധമായി ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാൻ എനിക്ക് കഴിഞ്ഞു എന്ന ആത്മവിശ്വാസം എനിക്കുണ്ട്. അഴിമതിയില്ലാത്ത പ്രവർത്തനം, പൊതുപ്രവർത്തനം അത് മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാണ് ഈ കാലഘട്ടങ്ങളിലെല്ലാം ഞാൻ പോയിട്ടുള്ളത്. തുടർന്നും സത്യസന്ധമായി ആത്മാർത്ഥമായി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങളിൽ ഒരുവനായി ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഒരു സാധാരണക്കാരനായി ഞാൻ ഉണ്ടാകും എന്ന് ഞാൻ ഉറപ്പു നൽകുകയാണ്. നിങ്ങളാണ് എന്നെ ഈ 28 വർഷക്കാലവും നിലനിർത്തിയത്. ജനങ്ങളാണ് നിലനിർത്തിയത്. പ്രത്യേകിച്ച് UDF ആണ് എന്നെ നിലനിർത്തിയത്. UDFന്റെ ഓരോ നേതാക്കന്മാരും, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ബഹുമാന്യനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ മുതല് മാണി സാർ മുതല് ഇപ്പോൾ ബഹുമാന്യനായ പ്രിയപ്പെട്ട നമ്മുടെ MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുതല് MP ശ്രീ ജോസ് കെ മാണി മുതല്, ഞാൻ എല്ലാവരുടെയും പേര് പറഞ്ഞു പോയാല് പ്രിയപ്പെട്ട ശ്രീ KC ജോസഫ് MLA, അദ്ദേഹം എന്റെ ആത്മസുഹൃത്താണ്. പ്രിയപ്പെട്ട ശ്രീ ജോഷി ഫിലിപ്പ് DCC പ്രസിഡന്റ്, അദ്ദേഹം ഓരോ അവസരത്തിലും എന്റെ ഓരോ പ്രവർത്തനങ്ങൾക്കും ആത്മാർത്ഥമായ പിന്തുണയും പ്രോത്സാഹനവും നൽകുന്നു. പ്രിയങ്കരനായ ശ്രീ മോൻസ് ജോസഫ്, വല്ലപ്പോഴുമൊക്കെ ചെറിയ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഞങ്ങളുടെ വ്യക്തിബന്ധത്തിന് യാതൊരു
പോലും ഇന്ന് വരെ ഏറ്റിട്ടില്ല എന്ന് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുക. അത്തരം സമീപനമാണ് ഞാൻ എന്നും സ്വീകരിച്ചിട്ടുള്ളത്. എപ്പോഴും അങ്ങനെ ആയിരിക്കും എന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. അത് പറയുവാനും ആഗ്രഹിക്കുന്നു. ഞാൻ എന്റെ വാക്കുകൾ